ലൈവിലെ കൂടെ ഒരാൾ മെൻഷൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പല സിനിമകളും ശ്രീനേട്ടന്റെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്തായിരിക്കും എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ ചില സർക്കാസവും എല്ലാം എനിക്ക് തോന്നുന്നു അത്രയും ഫ്രീഡം മലയാളി കൊടുത്ത ഒരു റൈറ്റർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത് എഴുത്തിന്റെ കാര്യത്തിലായെങ്കിലും ആണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പല രാഷ്ട്രീയ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന രീതി വേറെ ആർക്കും അങ്ങനെ ഒരു സ്പേസ് മലയാളി കൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന വേർപാട് തന്നെയാണത്. ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന, ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതൊന്നുമല്ല, ഒരു മലയാളിയുടെ ഒരു ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ശ്രീനേട്ടൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ നാളുകളെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. പല പൊതുവേദികളിലും അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചു വരും, ഇനിയും സിനിമകൾ ചെയ്യുമെന്നും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതും സംഭവിച്ചു. സമയം അതെ, ഞാൻ ട്രാഫിക്കാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ആ ഫസ്റ്റ് ഡേ മുതൽ, അതെനിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു നടൻ ശ്രീനിവാസനായിരുന്നെങ്കിൽ ഒരു അഭിനയിച്ച ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളായി മാറുകയും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും